ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഫസ്റ്റ് ചാനലിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഡൗൺ ആയിട്ട് വ്യൂ ഡ്രോപ്പ് ഒക്കെ ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രേഷ്മ പി തങ്കച്ചനിലോട്ട് വീണ്ടും യാത്ര തുടങ്ങിയാണ് നമ്മുടെ രേണു സുധി. അങ്ങനെ ബിഗ് ബോസിൽ കയറിയതിനു ശേഷം രേഷ്മ പി തങ്കച്ചനിൽ നിന്ന് ഒരു ട്രാൻസ്ഫർമേഷൻ കിട്ടിയിട്ട് രേണു സുധിയായി മാറി എന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അതല്ല, അങ്ങനെ വിട്ടുകൊടുക്കാനെ കൊണ്ട് പുള്ളിക്കാരി തയ്യാറാവുന്നില്ല. തിരിച്ച് രേഷ്മ പി തങ്കച്ചനിലോട്ട് തന്നെ പോകണം എന്നിങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നിപ്പോ ലൈവിലാണെങ്കിൽ അനുമോളും ആദില നൂറൊക്കെ ഇവരൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ ഈ വീടിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ രേണു സുധിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി തന്നെ അങ്ങോട്ട് പറയണോ ഒക്കെ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, പേഴ്സണൽ ക്വസ്റ്റ്യൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, രേണു സുധീനെ പറയുന്നത് കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചോദ്യം കേട്ടിട്ട് പിന്നെ ട്രിഗർ ആയിട്ട് പൊളിച്ചിട്ടാണ് അവരുടെ തിരിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ ആദ്യം തന്നെ ഇന്ന് ബിഗ് ബോസിൽ രാവിലെ കിടന്ന് ഇവന്മാര് ഒരാവശ്യം ഇല്ലാതെ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്ന് ഇവന്മാർക്ക് പോലും അറിയത്തില്ല. ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണോ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ. കാര്യം ഓഡീഷന് വന്നപ്പോഴത്തേക്കിന് ഇവർ തന്നെ ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ചാൽ ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത്. പക്ഷെ അവരല്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഇപ്പൊ ബിഗ് ബോസ് തന്നെ പറയുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണോ എന്ന്. എന്നാണെങ്കിൽ അവിടെ രാവിലെ നടന്നയാക്കുന്ന അടിനെ പറ്റിയാണെങ്കിൽ രേവതി ശേഷി ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ആര്യനും അഭിയും തമ്മിലുള്ള വഴക്ക്. അതെന്ന് പറഞ്ഞാൽ അഭി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആര്യന്റെ മുഖത്തേക്ക് വരും. അപ്പോൾ തുപ്പൽ തെറിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് തുടങ്ങിയത്. എന്ത് വഴക്ക്? നിങ്ങൾ എന്തിനാണ് മുന്നിലേക്ക് വരുന്നത്? ഓവറായിട്ട് മുന്നിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഞാൻ വരും, നീ ആര് പറയാൻ പറഞ്ഞാൽ അഭി ഇങ്ങോട്ട് വരുന്നുണ്ട്, ആര്യൻ പുറകോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ കുറെ നാൾ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അത് സോൾവ് ആവുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഈ അഭിശ്രീ ഉണ്ടല്ലോ, പുള്ളി വൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഡ്രാമയാണ്. കാര്യം വെച്ചാൽ ഇടയ്ക്കൊക്കെ ഈ ഡോക്ടർ റോബിൻ ആവാനെ കൊണ്ട് പുള്ളി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഡോക്ടർ റോബിനെയൊക്കെ ഓരോ ആൾക്കാരെ കണ്ട് മറന്നുപോയി അല്ലെങ്കിൽ കണ്ട് മടുത്തേക്കുന്നതാണ്. വീണ്ടും അങ്ങനെ ഒരാളെ റീക്രിയേറ്റ് ചെയ്യാനെ കൊണ്ടാണ് അഭിശ്രീ ശ്രമിക്കുന്നത്. സ്വന്തമായിട്ടൊരു വ്യക്തിത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം രേണു സുധിയായിട്ടുള്ള വഴക്കിനകത്താണെങ്കിൽ എന്തിനാടാ ഈ വലിച്ചു കീറുന്നേ? അവന്റെ വലിച്ചു കീറൽ കണ്ടിട്ട് എന്റെ തൊണ്ടയ്ക്ക് വേദന എടുത്തു. കാര്യം അമ്മാതിരിയായിരുന്നു. ഒരാവശ്യമില്ലാത്ത തുപ്പല് വഴക്കാണ് ആദ്യം നടന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സാധനമുണ്ട്. മലയാളം പറയാൻ വേണ്ടിയിട്ട് അനീഷ് പറയുന്നു, ഈ അതിനെ ചൊല്ലി വേറൊരു വഴക്ക്. അതിന്റെ ഇടയിൽ കൂടെ അപ്പാടി അവിടെ അനീഷ്, നീ മിണ്ടാതെ അവിടെ ഇരുന്നു, നീ ആരാടാ ഗുഡ് മോർണിംഗ് സുപ്രഭാതം? നമുക്കറിയാടാ സുപ്രഭാതം ഗുഡ് മോർണിംഗ് ഒക്കെ ഒന്നാണെന്ന്, കേട്ടല്ലോ. ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്ക് നീ ആരാടാ? ടീച്ചറാണ് നമുക്ക് പഠിപ്പിച്ചു തരാൻ. പിന്നെ നമ്മുടെ കൂടെയാണ് നീ, അല്ല നിന്റെ കൂടെയല്ല നമ്മൾ, കേട്ടല്ലോ. ഇനി നീ മിണ്ടി പോവരുത്, കേട്ടല്ലോ. നീ എന്റെ മുഖത്ത് നോക്കടാ, ആരാടാ നീ? ആരാണ് നീ എന്ന്? മലയാളത്തെ അപമാനിക്കരുത്. ആരായിരിക്കും ഇത്? അനീഷ്. മലയാളത്തെ അപമാനിക്കരുത്. എടാ ഓ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് തരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഷാനവാസ് എന്തിടാ ഇവന്മാർക്ക് വയ്യേ? ചുമ്മാ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ആവശ്യമില്ലാത്ത കുറെ അടിയും വഴക്കൊക്കെയാണ് ഇവന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തിന്റെ കാര്യം എന്തുവാ? മലയാളത്തെ അപമാനിക്കരുത്. ആരെങ്കിലും അപമാനിച്ചോ? ഇല്ല. അപ്പൊ രേണു, ഞാൻ സമ്മതിക്കില്ല മലയാളത്തെ അപമാനിക്കാൻ. അപ്പൊ അനീഷ്, മലയാളത്തെ അപമാനിക്കരുത്. അപ്പൊ ഞാൻ സമ്മതിക്കൂല. അപ്പൊ അനീഷ്, എനിക്ക് എന്തായാലും അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അസുഖമൊന്നും വന്നിട്ടില്ല, തനിക്ക് നാണുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? അപ്പൊ രേണു, അപ്പം എനിക്ക് ദൈവം സഹായിച്ച അസുഖമൊന്നും വന്നിട്ടില്ല. നിങ്ങൾ എല്ലാവരും എന്നെ കോർണർ ചെയ്തിട്ടും ഇത്രയും എന്നെ എല്ലാവരും കൂടി ഇട്ട് വധിച്ചിട്ടും കൂട്ടം കൂടി ആക്രമിച്ചിട്ടും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഷാനവാസ്, അയ്യോ അങ്ങനെയൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് അവിടെ ആ വഴക്ക്. എന്റെ പൊന്നെ, നമ്മുടെ രേണു സുധി എല്ലാരും കൂടെ കോർണർ ചെയ്യാണ്. മാങ്ങ തേങ്ങ ചക്ക മറ്റേ സെന്റി കാർഡ് പിടിക്കാനൊക്കെ കൊണ്ടാണ്. പിടിച്ചോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അനീഷ് ഇവരെല്ലാം എന്തുവാടെ? പിന്നെ അത് കഴിഞ്ഞാൽ ഡോക്ടറിന്റെ വിഷയം, ഡോക്ടർമാര് പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്, ഡോക്ടർമാരെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വഴക്ക്. പിന്നെ ഡോക്ടർമാരാണെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നത്, ഞാനാണെങ്കിൽ നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഈ ജോലികൾ ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കിന് പൈസന്റെ ഒപ്പം തന്നെയാണെങ്കിൽ അതൊരു സേവനം കൂടിയാണ് എന്നുള്ളതല്ലാതെ പൈസയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർമാർ അങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു ആവശ്യമില്ലാത്ത വഴക്കാണ്. ബിഗ് ബോസ് തന്നെ പറയാം, നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങളിപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്യാണെന്നുള്ള രീതിയിലാണ് തോന്നുന്നതൊക്കെയായിരുന്നു ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുശേഷമാണ് ഇവരെ ഈ ടേബിളിനെ ചുറ്റും ഇരുന്നിട്ടാണെങ്കിൽ രേണു സുധിയുടെ അടുത്ത് ഈ വീടിന്റെ കാര്യം ചോദിക്കുന്ന സുഹൃത്തുക്കളെ, ആദില, നൂറ, അനുമോള് ഇവരെല്ലാം കൂടെ ഇരുന്നിട്ടാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ആദില, നൂറ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അവര് പിന്നിട്ട വഴികൾ എത്രത്തോളം ദുർഘടം പിടിച്ചാണെന്നുള്ളത് നമുക്കറിയാം. കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പം അവരുടെ ഒരു ലൈഫ് സ്റ്റോറി വെച്ചിട്ടാണ് ഇവിടെ രേണു സുധി പറയുന്നത്, എനിക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ ഞാൻ ചെയ്യേണ്ടുന്നത്, എൻ്റെ ഒരു ശരിയല്ലേ ഞാൻ ചെയ്യേണ്ടുന്നത്. എന്തോന്ന് ശരി? ആ ബിഷപ്പിനെയും ആ നമ്മുടെ ഫിറോസിക്കേനെ ഈ സഹായിച്ച ആൾക്കാരെ എല്ലാം, മറുനാടനെ ഉൾപ്പെടെ എല്ലാവരെയും ഇതുപോലെ അപമാനിക്കുന്ന രീതിയിൽ, ആക്ഷേപിക്കുന്ന രീതിയിൽ, അവർക്ക് നാളത്തെ ബിസിനസ്സിനെ തന്നെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താണ് ഇവരുടെ ശരി എന്ന് ഇവർ പറയുന്നത്. ചോദിക്കുന്നത് കൊണ്ട് നമുക്കൊരു എനിക്ക് എന്റെ ശരിയായിരുന്നു അത് ഞാൻ പറഞ്ഞു.
എന്തുവാടേ ഇത്? പുറത്ത് വെച്ചിട്ടുള്ള അടിയും വഴക്കും എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്തോട്ട് കയറിയിട്ട് ഇവർ തന്നെയാണ് ചോദിച്ചത്. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചു, പുറത്തുള്ള കാര്യമാണ്, പക്ഷെ അത് അതിനകത്തോട്ട് വന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവരുടെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ടാണ്, ചേച്ചിയുടെ ഒരു പേഴ്സണൽ കാര്യമാണ്, ചോദിച്ചോട്ടെ, നീ ധൈര്യമായിട്ട് ചോദിച്ചോടി എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി തന്നെയാണ് അനുവാദം കൊടുക്കുന്നത്. ഇത് കേട്ടിട്ടാണെങ്കിൽ നല്ല രീതിയിൽ പൊളിയുകയും ചെയ്ത് അനുമോളൊക്കെ പറഞ്ഞു, ചേച്ചി നിങ്ങൾക്ക് അതാണെങ്കിൽ മീഡിയയുടെ മുന്നിൽ പറയാതിരിക്കാമല്ലോ, നിങ്ങൾക്ക് വേറെ പരാതി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പറഞ്ഞു പക്ഷെ അവര് പറയുന്നുണ്ടല്ലോ ചോർച്ചൊന്നുണ്ടായിരുന്നു. ഈ വാ തുറക്കുന്നത് നുണ പറയാനും തിന്നാനും വേണ്ടി മാത്രമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ലിപ്സ്റ്റിക് ഇടാനും. എടേ എന്തുവാടേ, അവര് വീട്ടിൽ വന്നപ്പോ കണ്ടതാണ് അറിഞ്ഞത്. പക്ഷെ അനുമോള് തന്നെ പിന്നീട് പറയുന്നുണ്ട്, അവരങ്ങനെ അല്ലല്ലോ പറഞ്ഞു, അവര് വന്നിട്ട് ചോർച്ച ഒന്നും ഇല്ലായിരുന്നു പറയുന്നത്. അനുമോള് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. കാര്യം അനുമോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാര്യം അനുമോള് അതേപോലെ രേണുസുതി, ശാരികേശ് ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുന്ന ആൾക്കാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നല്ല രീതിയിലുള്ള സാധനം രേണുസുതിക്കെതിരെ പൊട്ടിക്കുമെന്നാണ് തോന്നുന്നത്. ആ താങ്ക്സ് ഒക്കെ നമ്മൾ കേട്ടതാണ്. താജു എന്റെ തന്തയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ പച്ചയ്ക്ക് തന്തക്കരെ വിളിച്ചേക്കുന്നത് രേണുസുതിയാണ്. എല്ലാവർക്കും താങ്ക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ബിഷപ്പ് അദ്ദേഹത്തെ പറ്റിയിട്ട്, ഇവർക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ആ ബിഷപ്പ് അദ്ദേഹത്തെ പറ്റിയിട്ട് തന്നെ ഇവരെന്താണ് പറഞ്ഞത്? അപ്പം ആ പുള്ളിയാണെങ്കിൽ രാവിലെ ഒന്ന് പറയുന്നു, വൈകിട്ട് വേറൊന്ന് പറയുന്നു, അയാൾ അങ്ങനെയാണ്, എന്നെ ഇത്രയും തേജോവധം ചെയ്യാണ്, ഞങ്ങളെ മോശമായിട്ട് ചെയ്യാണ്, സൈബർ അറ്റാക്ക് ചെയ്യാണ് സോഷ്യൽ മീഡിയയിൽ, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്ക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതാണ്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇനി വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിൽ ലാലേട്ടൻ വരുമല്ലോ. ലാലേട്ടൻ വന്നിട്ട് എങ്ങാണ് ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ലാലേട്ടൻ ആരാ, എന്റെ തന്തയാണോ ഈ കാര്യം പറയാനെന്ന് ലാലേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് ചിലപ്പോൾ രേണുസുതി പറഞ്ഞയാള്. ഇനി കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ ബിഗ് ബോസ് വീടിന് ചോർച്ചയാണ് എന്ന് ഇവർ പറഞ്ഞ് അടിച്ചങ്ങിറക്കും. സംഭവം മറ്റേ AC ഇവർക്ക് ഫുള്ള് സെൻട്രലൈസ്ഡ് AC കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ AC-ക്കകത്തുനിന്ന് വെള്ളം അവിടുന്ന് പുറത്തെവിടെയെങ്കിലും ഈ വെള്ളം ലീക്കാവുന്ന എന്തെങ്കിലും കണ്ടിട്ടാണെങ്കിൽ ഇവർ നേരെ പറയും, കണ്ടോ ബിഗ് ബോസ് ഹൗസ് മൊത്തം ചോർച്ചയാണ്, ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ പറ്റിക്കുകയാണ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ വരെ ചിലപ്പോൾ ഇവർ തെറി വിളിച്ചു തരും. കൂട്ടത്തിൽ തങ്കച്ചനെ ഇവരുടെ ഡാഡി കൂളിനെ ചേർത്ത് പിടിക്കും. ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി പുറത്തൊരു കാര്യമാണ്, ഇപ്പൊ ചേച്ചിയുടെ കാര്യം ഞാൻ ചോദിക്കുകയാണ്, എല്ലാവർക്കും ക്ലിയർ ആട്ടെ. എനിക്ക് പേഴ്സണലി ചോദിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല, പറഞ്ഞോ, കേട്ടാർന്നോ? അപ്പൊ ചേച്ചി കേട്ടല്ലോ, രേണുസുതിയുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത്. അനുവിനൊരു ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് എനിക്കൊരു ഡൗട്ടായിരുന്നു, അവരെങ്ങനെയായിരുന്നു ചോർച്ച, അതെല്ലാവരും ചോദിക്കുന്നത്. ചേച്ചി പറഞ്ഞു, അതെ അനുവിനൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സുധിച്ചേട്ടനുമായിട്ട് ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ, രേണുസുതി ഒഴികെ ബാക്കിയുള്ള എല്ലാവരെക്കാട്ടിലും കണക്ഷൻ ഉള്ളത് അനുമോൾക്ക് തന്നെയാണ്. കാര്യം അവരുടെ സ്റ്റാർ മാജിക് ഒരു പ്രോഗ്രാമിൽ അത്രത്തോളം ഒരുമിച്ച് അത്രയും നാളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ തന്നെയായിരുന്നു. അപ്പം അനുമോൾക്ക് ഇത് കണ്ടിട്ട് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. കാര്യം രേണുസുതി കാണിച്ചു കൂട്ടിയേക്കുന്ന പരിപാടികൾ ഒക്കെ തന്നെ. പിന്നെ ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും ഇവരുടെ കാര്യത്തിൽ വലിയ രീതിയിൽ അന്ന് ഈ സ്പ്രേ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് അടുത്തിട്ടേ ഇല്ലല്ലോ. ഈ അടുത്തൊരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ഇഷ്ടമുള്ള രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് അവരുടെ വർക്കിനെ കാര്യങ്ങളൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തികളെ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി നക്ഷത്ര കുറെ ഗിമിക്കൊക്കെ കാണിക്കുമെങ്കിൽ പോലും അവരൊക്കെ മനസ്സിലുണ്ട്. ഇപ്പൊ ഒന്ന് തുറന്ന് പറയാൻ പറ്റുമോ? എങ്ങാണ് ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അന്ന് കേരളം കത്തും. ഇവരുടെ കുറെ ചെലവിനോടുപ്പ് ടീംസ് ഉണ്ട്, അവരൊക്കെ വന്ന് എന്താണാവോ കാണിക്കാൻ പോണേ. ഇനി എനിക്ക് വീട് വെച്ച് കൊടുക്കാൻ, ഇനി എനിക്ക് അങ്ങോട്ട് തോന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. ഞാനൊരു കാര്യം
അതാണ് ഇവർക്ക് പരാതി കൊടുക്കാം, അത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബിഗ് ബോസ് വരെ ഇവരുടെ പ്രശ്നങ്ങൾ എത്തി എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തുള്ള വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ആളുകളും ഇപ്പം രേണു സുധിയുടെ ആണെങ്കിൽ PR ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇതേ ആൾക്കാർ തന്നെ വലിയ നന്മമരം കളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയുകയല്ല, പല ആൾക്കാരും കമന്റ് ബോക്സിൽ പറയുന്നു ഞാൻ രേണു സുധിയുടെ PR ആണ് എന്നുള്ള രീതിയിൽ. ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒരാളുടെ പോലും PR ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്പല്ലേ, ഉടായിപ്പാണ്, അത് ചിലപ്പോൾ നാളുകളിൽ പുറത്ത് വന്നേക്കാം. നിങ്ങൾക്ക് മനസ്സിലേക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെയാണെങ്കിലും ഈ രേണു സുധിയുടെ PR കുറച്ച് ടീംസ് വരും. മറ്റേ ചെലവിന് കൊടുപ്പ്, ചോര കൊടുപ്പ് കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ നേരെ മാറിയിട്ട് രേണു സുധിയുടെ PR ആയിട്ടാണ് അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലീപ്പർ സെൽസ് ആയിട്ട് രേണുവിന് വേണ്ടിയിട്ട് ചാവാൻ വരെ കിടക്കുകയാണ്. അങ്ങനെ ആ ഒരു രീതിയിലോട്ടൊക്കെ തന്നെ ആൾക്കാർ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് അങ്ങുമൊക്കെ കാണാനെ കൊണ്ട് പറ്റുന്നതായിരിക്കും. പക്ഷേ രേണു നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും, മോശമായിട്ട് കളിച്ചാൽ മോശമായിട്ട് പറയും. അത് ആരാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ രേണു സുധി ഇതിനകത്ത് വന്നിട്ട് പിന്നെയും പച്ച കള്ളങ്ങൾ പറയാണ്. ഞാൻ അവരുടെ അടുത്ത് താങ്ക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വീണ്ടും നന്മയാണ്. കള്ളം പറഞ്ഞാൽ നമ്മളപ്പം വന്നിട്ട് സത്യം പറയും. അതേപോലെ തന്നെയാണെങ്കിൽ ഞാൻ അവരെ എന്താ പറഞ്ഞത്, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്, പ്രശ്നങ്ങളൊന്നും ഇല്ല, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ എന്തൊക്കെയാണ് ഇവര് വന്നിട്ട് പുറത്തു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കള്ളങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി.